ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ സങ്കേതമാണ്, അഭയമാണ് എന്ന വിശ്വാസം മക്കളിലേക്ക് നിറയുവാൻ ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി നിറഞ്ഞ് മുമ്പോട്ട് ജീവിക്കുവാൻ, ഭാവി ജീവിതം അനുഗ്രഹമാകുവാൻ, പഠന മേഖലയിൽ, ജോലി മേഖലയിൽ, കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വെല്ലുവിളി നിറഞ്ഞ, മത്സരം നിറഞ്ഞ ഒരു യുഗത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുക. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചില വ്യക്തികളിൽ നിന്നാകട്ടെ, ചില ഗ്രൂപ്പുകളായിട്ടാകട്ടെ, സംഘടിതമായിട്ട് മക്കളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനോ മക്കളോട് മത്സരിക്കുവാനോ കടന്നു വരുമ്പോൾ വിജയമില്ലാതെ എന്നും തോറ്റുപോകുന്നു, നിരാശപ്പെട്ട് ഒരു മരുഭൂമിയായ അവസ്ഥയിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പഠന മേഖലയിലാകട്ടെ പിന്നോക്കം വരുന്നുണ്ടെങ്കിൽ, പഠിച്ച കാര്യം ശ്രദ്ധിക്കാൻ പഠിക്കാൻ പോലും തോന്നാത്ത മക്കൾ, പാഠപുസ്തകം തുറക്കാൻ പോലും പറ്റാത്ത മക്കൾ, മൊബൈൽ ഫോണിനോ ടി വിക്കോ അടിമപ്പെട്ട് ഏതെങ്കിലും കൂട്ടുകാർ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളോടൊക്കെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ ആ പ്രതിസന്ധി നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ക്ഷമയും നന്മയും സന്തോഷവും മക്കളിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 46-ാം സങ്കീർത്തനം 1-ാം വചനം, കഷ്ടതകളിൽ അവിടുന്ന് സുരക്ഷിതമായ തുണയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതകളിലെല്ലാം മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന എല്ലാ പ്രതിസന്ധിയും അവരുടെ ജീവിതത്തിൽ എങ്ങും പറ്റാതെ വഴിവിട്ടി പോകുന്ന പല പ്രതിസന്ധികൾ കാണുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മറ്റൊരു ചിന്താഗതിയല്ല, മക്കൾ നശിച്ചു പോയ എന്നുള്ള വിധിയെഴുത്തല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ആ കഷ്ടതകളിലൊക്കെ സുനിശ്ചിതമായ തുണയുമായി കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ മക്കളുടെ കൂടെയുണ്ട്. നമ്മുടെ കുടുംബത്തിന് ശക്തിയായ തണലാണ് കർത്താവിൻ്റെ കരം എന്ന ആ ബോധ്യം നമുക്കുണ്ടാകട്ടെ. കൗദാശിക ജീവിതം, വിശുദ്ധ കുർബാന അർപ്പണം, ബലി സ്വീകരണം, കുടുംബസാരം തുടങ്ങിയ എല്ലാ മേഖലകളിലൂടെ ഈ നോമ്പുകാലം ഫലസമൃദ്ധമായി തീർന്ന് മക്കൾ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങൾ 46:1. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ മക്കൾ ചഞ്ചലത്തിലാവുകയോ നിരാശരാകുകയോ ചെയ്യാതിരിക്കേണ്ട എൻ്റെ കർത്താവെ, അവിടുത്തെ സംരക്ഷണവും താങ്ങുന്നണലും ഞങ്ങളുടെ മക്കളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസികവും ശാരീരികവും ആത്മീയമായ ശക്തി ഞങ്ങളുടെ മക്കൾ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മക്കളുടെ ജീവിതം നിറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ പ്രവർത്തന മേഖലയിലും വിജയകരമാക്കുവാൻ അനുഗ്രഹമാകുന്ന രീതിയിൽ കർത്താവെ അവിടുത്തെ വലിയ ഇടപെടലിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കൈവിടാതെ ഒന്നും കാത്തുപരിപാലിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ എപ്പോഴും അങ്ങയിൽ ആശ്രയിച്ച് എല്ലാ കഷ്ടതയും തോൽപ്പിച്ച് വിജയത്തിലെത്തട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.